ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നുസറിൻ്റെ വീട്ടിൽ പോവാണെന്ന് പറഞ്ഞ് അപ്പോൾ പകുതി ഞാൻ കാണിച്ചിട്ടുള്ളൂ. അതിൻ്റെ ബാലൻസ് വീഡിയോ ആണിത്. ഫസ്റ്റ് തന്നെ നമ്മൾ അബ്ദുറഹ്മാനെ, റേക്കിനെ, റയാനെ എല്ലാവരെയും കണ്ടു. നുസറിനെ കണ്ടു, ബട്ട് വീഡിയോ എടുക്കുവാന്ന് പറഞ്ഞുകൊണ്ട് അവളങ്ങ് മാറിപ്പോയി. കാരണം ഹിജാബ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതിടാൻ പോയായിരുന്നു, പക്ഷേ ഇട്ടില്ല. അങ്ങനെ ആ ഒരു ഞങ്ങളെ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ എല്ലാവരും അവനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ആ വീഡിയോ എടുത്തിട്ടില്ല, കാരണം അവളെ കാണിക്കാൻ പറ്റില്ല, ഹിജാബ് ഇട്ടില്ല. ഇതാണ് നമ്മുടെ നുസറിൻ്റെ മൂന്നാമത്തെ കുട്ടി. ഇവളെക്കുറിച്ച് പറയുവാണെങ്കിൽ എനിക്ക് പറയാൻ ബാഡായിട്ടൊന്നുമില്ല, 10 ഔട്ട് ഓഫ് 10 കൊടുക്കാം. പിന്നെ കണ്ടതാണ് നുസറിൻ്റെ രണ്ടാമത്തെ കുട്ടി അബ്ദുറഹ്മാൻ. അവനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി ഏറെ ഉണ്ട്. ഒരു കാര്യം പറഞ്ഞാൽ അവൻ കേൾക്കത്തില്ല, എപ്പോഴും എന്നാ പറഞ്ഞാലും നോ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാത്ത ടൈമിൽ, ക്ലാസ് ഇല്ലാത്ത ടൈമിൽ ഭയങ്കര സ്നേഹമാണ്, നല്ല കുട്ടികളാണ്. സാധാരണ കുവൈറ്റികളൊന്നും പിള്ളേരെ വഴക്കൊന്നും പറയത്തില്ല. പക്ഷെ നുസ്രിൻ വളർത്തുന്നത്, നുസ്രിൻ ചെറിയ ആണെങ്കിൽ കൂടി ഇവരെ തല്ലിയൊക്കെയാണ് ഇവൾ വളർത്തുന്നത്. നമ്മളൊക്കെ പിള്ളേരെ വളർത്തത്തില്ല. അതുപോലെ നമ്മുടെയൊക്കെ കേരളത്തിലൊക്കെ എങ്ങനെയാണോ വളർത്തുന്നത് അതുപോലെയൊക്കെയാണ് നുസ്രിനൊക്കെ പിള്ളേരെ വളർത്തുന്നത്. ഇത് അവൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അറബിക് കോഫി ഇടുവാണ്. അങ്ങനെ അറബിക് കോഫിയൊക്കെ റെഡിയാകുന്ന ടൈമിൽ അവൾ പറഞ്ഞു, എന്നെങ്കിൽ നമുക്ക് സ്മോക്ക് ചെയ്യാനുള്ള സാധനം കൂടെ റെഡിയാക്കാമെന്ന് കരുതി. അങ്ങനെ സ്മോക്കൊക്കെ ചെയ്യാൻ പോവാണ്. നമുക്കിത് അറിയത്തില്ല, ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. എപ്പോഴും സ്നാപ്പ് ഇടും. അപ്പം ഞങ്ങൾ പറഞ്ഞായിരുന്നു ഇതെന്താ സാധനം. അവളെന്നും വീട്ടിൽ വിളിക്കും, പക്ഷെ ഞങ്ങൾ പോകാറില്ല. ഇതിപ്പം നമുക്ക് ഒരു അർജൻറ്റായിരുന്നു അവളെ കാണാൻ വേണ്ടി, അതുകൊണ്ടാണ് വന്നത്. നുസറിൻ്റെ വീട്ടിലേക്ക് വന്നപ്പം തന്നെ ബദാം, ഒത്തിരി നട്ട്സൊക്കെ തന്നു. അതൊക്കെ നമ്മൾ ഇത്രയൊന്നും എടുക്കേണ്ട കാര്യമില്ല. അവൾ വലിച്ചു വാരി എല്ലാം ഞങ്ങൾക്ക് എടുത്തു തന്നു. ഉള്ളത് മുഴുവൻ നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, അറബിയിൽ എഴുതിയിരിക്കുന്ന കോഫി നാണെന്നാണ് നമ്മുടെ ഒല പറഞ്ഞ് തന്നിരിക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും വന്ന ഉടനെ നിരന്നങ്ങിയിരുന്നു. അങ്ങനെ നമ്മൾ അറബിക് കോഫി കുടിക്കാൻ പോവാണ്. അറബിക് കോഫി കുടിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല. സ്കൂളിൽ എപ്പോഴും അറബിക് കോഫിയൊക്കെ ഉണ്ടാക്കും. പിന്നെ ഒല കൊണ്ടുവരും, നുസറിനൊക്കെ കൊണ്ടുവരും, അപ്പോൾ നമുക്ക് തരും. അതുകൊണ്ട് ഇവരുടെ പ്രത്യേകതയാണ് ഇങ്ങനത്തെ ഒരു ഗ്ലാസും ഈ ഒരു ട്രേയും. ഇതെനിക്ക് വീട്ടിൽ പോകുമ്പോൾ മേടിക്കണം. ഇനി എൻ്റെ അയൽവക്കങ്ങൾക്കൊക്കെ ഞാൻ ചായ ഉണ്ടാക്കി കൊടുക്കണം. ഇങ്ങനെയൊക്കെ അതൊക്കെയാണ് ഞാൻ അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത്. വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ ചായ എന്ന് പറയുമ്പോൾ ഈ ഒരു 6 ഗ്ലാസും കൂടെ ഒരുമിച്ച് ഒഴിക്കുന്നതാണ്. പക്ഷേ ഇവരെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. പക്ഷേ ഒത്തിരി ഉണ്ട് ഫ്ലാസ്കിൽ, നമുക്ക് എത്ര വേണം എടുക്കാം. ഇത്ര വെച്ചിട്ടാണ് എല്ലാവർക്കും ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു സിപ്പ് അടിക്കാനുള്ളത് ഉള്ളായിരുന്നു നമുക്ക്. അങ്ങനെ അത് പെട്ടെന്ന് കുടിച്ച് ചെയ്തിട്ടു. അടുത്ത് നമ്മൾ എടുത്തില്ല. അതിന് മുമ്പ് തന്നെ നുസിന് വേറെ ഫുഡ്. അപ്പോൾ അത് കുടിച്ച് നോക്കിയപ്പം നല്ല ടേസ്റ്റൊന്നുമില്ല, കുടിച്ച് ശീലിച്ചിട്ടുള്ളത്. അതൊക്കെ നമുക്ക് ഇഷ്ടമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നുസിൻ പറഞ്ഞാൽ നമുക്കങ്ങനെ ഒരു ഡാൻസൊക്കെ കളിക്കാൻ കരുതി. എപ്പോഴും ഇവർക്കൊരു ഡാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ വൈകിട്ടൊക്കെ ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അറബിയാണേലും, അതായത് കുവൈറ്റീസ് ആണെങ്കിലും ഈ നുസറിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറിയക്കാരാണ്. അപ്പോൾ അവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഇഷ്ടം ഹിന്ദി പാട്ടൊക്കെയാണ്, പിന്നെ ഹിന്ദി സീരിയലാണ്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ വെച്ചുകൊണ്ടിരുന്നത് ഹിന്ദി സീരിയലായിരുന്നു, റീമേക്ക്. പിന്നെ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് നമുക്കൊരു പാട്ടൊക്കെ ഇട്ട് തന്നു, ഒരു ഹിന്ദി പാട്ടൊക്കെ ഇട്ട് തന്നു. അങ്ങനെയാണ് ഞങ്ങളെ വെൽക്കം ചെയ്തത്. കണ്ട് നോക്ക്, ഇത് ഞങ്ങളിട്ട പാട്ടാണ്, ഹിന്ദി പാട്ട്. അവൾ എന്നിട്ട് തന്നിട്ട് പറഞ്ഞു ഹിന്ദി പാട്ടൊക്കെ വെക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വെച്ചു. ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് ഹിന്ദി പാട്ട്. അങ്ങനെ ഒതയിനെ സാരി ഉടുപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഒലതയെ ഉടുപ്പിച്ചതാണ്. ഇവർ അങ്ങനെയൊക്കെ ഒരുക്കുകയൊക്കെ ചെയ്യും. ഇവരോർത്തിരിക്കുന്ന ഹിന്ദി എന്ന് പറയുന്നത് നമ്മുടെ ലാംഗ്വേജാണ്, ബട്ട് നമ്മുടെ മലയാളമെന്ന് അവർക്കറിയത്തില്ല. മലയാളത്തിനെക്കുറിച്ച് അങ്ങനെ നോളജൊന്നുമില്ല, പക്ഷേ ഹിന്ദിയാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം. അങ്ങനെ നുസറിൻ KFC ഒക്കെ ഓർഡർ ചെയ്തു. അതൊക്കെ വന്നു, ഇരുന്ന് കഴിക്കുവാണ്. ഞാൻ ചിക്കൻ കഴിക്കത്തില്ല, പക്ഷെ എന്നാലും ഞാൻ ഫ്രൈസ് കഴിക്കും. സ്പൈസി ഉണ്ടായിരുന്നു, നോർമലും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫ്രൈസൊക്കെ എടുത്ത് ഞാൻ കഴിച്ചു. അപ്പോഴാണ് നമ്മുടെ നുസറിൻ വീഡിയോ ഉണ്ടാക്കിയ റൈസും ബീഫും കൂടെ കൊണ്ടുവന്നത്. അത് ഞാൻ കുറച്ച് കഴിച്ചു. ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ കഴിക്കുന്നത്, കാരണം എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. എന്നാലും അവളുടെ വീട്ടിൽ വന്നിട്ട് ട്രൈ ചെയ്യാതെ പോകുന്നത് എങ്ങനെയാണ്, അവൾ തന്ന സാധനമല്ലേ, മോശമല്ലെന്ന് ഓർത്ത് ഞാനതങ്ങ് ട്രൈ ചെയ്തു. നമ്മുടെ സ്റ്റൈലിൽ ഈ ബീഫ് കറിയൊക്കെ വെക്കുന്നതാണ് എനിക്കിഷ്ടം. ഇവർ കൂടുതലും പൊടികളൊന്നും ചേർക്കത്തില്ല, അതുകൊണ്ട് എനിക്കങ്ങനെ വലിയ താല്പര്യമില്ല. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ഇതാണ് നമ്മുടെ റൈസ്.
അത് കുറച്ച് ഞാൻ എടുത്ത് കഴിച്ചു. ഒത്തിരി നിർബന്ധിക്കും ഓരോ കഴിക്കുക, പക്ഷെ നമുക്കങ്ങനെ കഴിക്കാനൊന്നും തോന്നത്തില്ല. പിന്നെ ഇവരൊക്കെ KFC ഒക്കെ കഴിക്കുന്ന ആൾക്കാരായിരുന്നു, എൻ്റെ കൂടത്തിൽ വന്ന ആൾക്കാർ. അവരങ്ങനെ കഴിക്കുകയൊക്കെ ചെയ്തു. പിന്നെയാണ് നമ്മുടെ നുസ്രൻ്റെ അമ്മ വരുവാന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേട്ടപ്പോൾ എന്തോ പോലെ ആയിപ്പോയി, കാരണം നമ്മൾ അറിയാത്ത ഒരാളല്ലേ, കണ്ടിട്ടൊന്നുമില്ല, മിനിറ്റൊന്നുമില്ല. വരുമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ നുസ്രൻ ഉണ്ടാക്കിയ റൈസ്. അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അത് അവരുടെ സ്റ്റൈലിൽ ഉണ്ടാക്കിയോണ്ടാണ് നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടാത്തത്. എപ്പോഴും ഇന്ത്യക്കാർക്ക് കുറച്ച് സ്പൈസി ആയിട്ടും അല്ലെങ്കിൽ കുറച്ച് പൊടിയൊക്കെ ഇട്ട് കളറിലൊക്കെ വെക്കുന്നതാണ് ഇഷ്ടം എന്നാണ് എൻ്റെ ഒരു തോന്നലും. എൻ്റെ ഇഷ്ടവും അതാണ്. അപ്പം നുസ്രൻ്റെ അമ്മ വന്നപ്പോൾ നമ്മളെല്ലാവരും എണീറ്റു, നമ്മുടെ ഒരു റെസ്പെക്റ്റ് കാണിച്ചു. അങ്ങനെ നമ്മളെ കണ്ടപ്പോൾ തന്നെ നമ്മളുടെ എല്ലാവർക്കും 3 ഉമ്മ വെച്ച് തന്നു. അതാണ് ഇവരുടെ ഒരു റെസ്പെക്റ്റ്. കണ്ട് വന്ന ഉടനെ നമുക്ക് 3, അതായത് കവളെ ഉമ്മ തരുമല്ല, ഇങ്ങനെ ജസ്റ്റ് പറയുക 3 വട്ടം, അപ്പറേ ഇപ്പറേ അപ്പറേ, അങ്ങനെ. എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, അത് പാൻറ്റിലോട്ടെ. അങ്ങനെ നമ്മുടെ നുസ്രൻ്റെ അമ്മ നമുക്ക് സംഭാരം കൊണ്ടുവന്നു. ഇത് നമ്മുടെ സംഭാരം, അവരുടെ വേറെ എന്തോ ആണ്. അപ്പോൾ ഇത് ഞാൻ മറന്നുപോയി വോയിസ് ഓവർ ചെയ്യുന്ന ടൈമിൽ. അപ്പം സംഭാരം എന്ന് പറഞ്ഞിരിക്കട്ടെ. ഇനി അടുത്ത് നമ്മുടെ സ്മോക്ക് ചെയ്യാനുള്ള സാധനം ഇവിടെ സെറ്റായോ നോക്കാൻ വന്നതാണ് നുസ്രീൻ. എനിക്കറിയത്തില്ല ഇതിൻ്റെ പേരെന്നാന്ന്, വേപ്പോ ഹുക്കയോ, എനിക്ക് അങ്ങനെ എന്തോ ഒരു സംഭവമാണെന്നാണ് തോന്നുന്നത്. എന്തോ പേര് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല, വേപ്പാണെന്ന് തോന്നുന്നു. പിന്നെ അതൊക്കെ നുസ്രീൻ ശരിയാക്കിക്കൊണ്ടിരുന്നപ്പം നമ്മളതെല്ലാം വീഡിയോ എടുത്തു, നിങ്ങളെ കൂടെ കാണിക്കണമല്ലോ. അതൊക്കെ അറിയാതിരിക്കും നിങ്ങൾക്ക്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. ഇത് ലെമണിൻ്റെ ആണ്. ഇതൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. ഈ ലെമൺ എന്തോ ഉണക്കിയതോ പൊടിച്ചതോ എനിക്കറിയത്തില്ല എന്നാണ്. എന്നാലും ന്യൂസിൻ്റെ വീട്ടിൽ നല്ല ഓളമായിരുന്നു, നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ വരണ്ടായിരുന്നു എന്നുള്ള ഫീലൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ അതെല്ലാം റെഡിയാകുന്ന ടൈമിൽ നേരെ ഞങ്ങൾ ഹാളിലോട്ട് പോവാണ്. ഇനി കുറച്ച് ഡാൻസൊക്കെ കളിച്ചിട്ട് വരാം. ഇതൊരു അറബിക് പാട്ടാണ്. ഇതിൻ്റെ സ്റ്റെപ്പൊക്കെ കാലും കൊണ്ടാണ്, പക്ഷെ അറിയത്തില്ല, അവർക്കറിയത്തില്ല. അങ്ങനെ അതൊക്കെ കളിക്കുവാണ്. കാലും കൊണ്ട് എന്തൊക്കെയോ കാണിച്ചിട്ട് വട്ടം കറങ്ങണം, അതാണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് നമുക്ക് കാല് കിട്ടുന്നില്ല. വട്ടം കറങ്ങാൻ നമുക്ക് ഓൾറെഡി അറിയാവുന്നത് കൊണ്ട് വട്ടം കറങ്ങിപ്പോയി ഞങ്ങൾ يا عمري خليك حادي بدي انا شو بدي انا غيرك ما بدي شو مهضومي يا حبي يا عمري خليك حدي يما ويما ويما يما 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 ويما ويما يما 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 ويما ويما يما 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 ويما ويما يما يما നുസ്രൻ്റെ വീട്ടിൽ അടിപൊളിയായിരുന്നു, നല്ല സ്നേഹവും എല്ലാം ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ എൻജോയ് ചെയ്ത് നേരെ ഒലയുടെ വീട്ടിലോട്ട് പോകണം. 10 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നടന്ന് അവിടെ എത്താറായിട്ടുണ്ട്. ഈ ചൂടത്ത് നടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പാടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മളിങ്ങനെയൊക്കെയോ നടന്നു. മഹേഷ് നേരത്തെ പോയതുകൊണ്ട് നമുക്ക് വണ്ടി വേറെ പിടിക്കണം, ഇനി ടാക്സി വിളിക്കണം. അങ്ങനെ നടന്ന് എത്തി. ഞങ്ങൾ ഇച്ചിരി സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. അവരെല്ലാം അങ്ങ് മുമ്പേ പോയി, ഞങ്ങൾ പുറകെ ഇങ്ങനെ പയ്യെ പോകും. കുറച്ച് ഞാൻ പാരി നിൽക്കും കേട്ടോ, എനിക്ക് വേണ്ടി പറഞ്ഞില്ലേ. അപ്പോൾ ആര്യ എൻ്റെ കൂടത്തിൽ വന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചായി. ഞങ്ങളെപ്പം പോയാലും അങ്ങനെയാണ്, ഞാൻ ഫ്രണ്ടിലാണെങ്കിൽ അവൾ ബാക്കിലായിരിക്കും. പക്ഷെ ഞങ്ങളെപ്പം പെട്ടെന്ന് ഒരുമിച്ച് തന്നെ ഇങ്ങനെ നടന്നു വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒലയുടെ വീട്. അപ്പോൾ ഒലയിൽ തന്നെ ആദ്യം ചാടി കയറിയാൽ കണ്ടില്ലേ നിങ്ങൾ. ഞങ്ങളൊരു സ്വീറ്റ് ബോക്സ് കൊണ്ടാണ് പോയത് ഒലയ്ക്ക് കൊടുക്കാൻ വേണ്ടി. നുസ്രന് ഓൾറെഡി ഒരെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് അങ്ങനെ ഒലയ്ക്കും കൊടുത്തു. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞങ്ങളിത് കുറച്ച് വലുതാണെന്ന് ഓർത്ത് മേടിച്ചതാണ്. വലിയ കവറൊക്കെയാണ്, പക്ഷെ ഉള്ളിലൊരു കുഞ്ഞ് പെട്ടി. ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിപ്പോയി, കാരണം ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കുഞ്ഞ് പെട്ടിക്കകത്ത് സ്വീറ്റ് കൊടുത്തപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. പക്ഷെ നമ്മൾ എന്നാ ചെയ്യാനാണ്, മേടിച്ച് പോയില്ലേ. കറക്റ്റ് അന്നായിരുന്നു ഓർഡർ ചെയ്തത്, നമുക്ക് വേറെ മേടിക്കാനുള്ളൊരു ഓപ്ഷനൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു.
അപ്പോൾ ഇതാണ് നമ്മുടെ ഒലയുടെ റൂം. ഒതയുടെ കുഞ്ഞിലത്തെ ഫോട്ടോ തൊട്ടുണ്ട്. ഒല പറഞ്ഞു ഇതൊക്കെ അലങ്കോലമായിട്ടിരിക്കുവാണ്, ഇതെടുക്കലെന്ന്. ഒല ഒരു 2 മാസം കഴിഞ്ഞാൽ അടുത്ത കുട്ടി വരും. ഇതൊരു ഗേളാണ്, ഇപ്പോൾ ബോയാണ് ഒതയ്. അവൾ അതിൻ്റെയും കൂടെ ഒരു സന്തോഷത്തിലാണ്. നമ്മൾ പെണ്ണുങ്ങൾ എവിടെ കൂടിയാലും ആദ്യം നമ്മൾ നോക്കുന്നത് മേക്കപ്പ് സാധനങ്ങളും ഡ്രസ്സുമാണ്. അപ്പോൾ ഓല കുറേ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്ന്, ഒത്തിരി സാധനം, ലിപ്സ്റ്റിക്ക്, ഐലൈനർ എല്ലാം തന്നു. അങ്ങനെ അതൊക്കെ നമ്മളെടുത്ത് യൂസ് ചെയ്തു. ആ ടൈമിലാണെങ്കിൽ ആരെയും ഒതയായിട്ട് കളിക്കുമായിരുന്നു. അങ്ങനെ കളിച്ച് അവനാണെങ്കിൽ ഇറിറ്റേഷനായി തലയിൽ അതുകൊണ്ടിങ്ങനെ ഇക്കിലടിപ്പിച്ചപ്പോഴത്തേക്കിന് അതിനവൻ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത നേരം ഞങ്ങൾ വീട്ടിലോട്ട് വരാനുള്ള ടൈമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുകയാണ്. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ റീചാർജ് ചെയ്തു. ഫഹേലൊരു ഷോപ്പിൽ നിന്നാണ് നമ്മളെപ്പോഴും റീചാർജ് ചെയ്യുന്നത്. ഓൾറെഡി പൈസ അവിടെ കൊടുത്തിടും. അങ്ങനെ റീചാർജ് എല്ലാം ചെയ്യാനുള്ളവർ ചെയ്തു, പൈസ കൊടുക്കാനുള്ളവർ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഒരു സാധനം മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഒരു ഷോപ്പ് വരെ ഒന്ന് പോകണം, ഫഹേൽ ഗ്രാൻഡിൽ. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് കയറാൻ പോവാണ്. നമ്മൾ നടന്ന് മടുത്തു. സത്യം പറഞ്ഞാൽ ഈ ചൂടും കൂടെ ആകുമ്പോൾ ഒന്നുകൂടെ സഹിക്കാൻ പറ്റത്തില്ല. അങ്ങോട്ട് പോയതിൻ്റെ ഒരു എനർജി ഒന്നും ഇങ്ങോട്ട് വന്നപ്പോൾ ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങളൊരു ടാക്സി വിളിച്ചു. നമ്മുടെ മഹേഷ് ഇല്ലാത്തതുകൊണ്ട് വേറെ ടാക്സി വിളിച്ചു. അങ്ങനെ ടാക്സിക്കാരന് വഴി അറിയാമെന്ന് പറഞ്ഞ് പോയതാണ്. വഴി അങ്ങ് മാറിപ്പോയി. അങ്ങനെ അങ്ങ് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. എന്നാലും കുഴപ്പമില്ല, കറക്റ്റ് സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടെത്തിച്ചു. എക്സ്ട്രാ പൈസയൊന്നും മേടിച്ചില്ല. അങ്ങനെ നമ്മൾ റൂമിലോട്ട് വന്നു. ഇപ്പോഴാണ് ഒരു സന്തോഷം സമാധാനമായത്. നടന്ന് ഞങ്ങൾ മടുത്തു. അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ളൂ. ബൈ.